ചവിട്ട് ആ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞൊരു പാടം വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചോദിക്കും എനിക്ക് സൈക്കിൾ ഓടിക്കലൊന്നും അറിയില്ല, എന്നിട്ട് ഞാൻ സൈക്കിളും കൊണ്ട് പാടത്തേക്ക് വന്നേക്കുന്ന നോക്കി. ഞാൻ സൈക്കിൾ ചോട്ടെ എന്തായാലും പഠിച്ച് ഗൈസ്. അമ്മ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ഓടിക്കൽ പഠിക്കുകയാണെങ്കിൽ മിഠായിയൊക്കെ വാങ്ങിയിരുന്നു. ഞാനിന്ന് ട്രൈ ചെയ്തിട്ട് ഇന്ന് ഞാൻ അവിടെ കയറ്റം കയറലും പഠിച്ചു, ഇങ്ങനെ വരലും ഇറങ്ങി വരലും ഒക്കെ പഠിച്ചു ഗൈസ്. അങ്ങനെ നമുക്കൊരു കുഞ്ഞ പാടം വീഡിയോക്ക് കടക്കാം. ചവിട്ട് ആ ചവിട്ടിക്കോ, ഞാൻ ബാക്കിലേക്ക് ഇറങ്ങാം. ആ അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഗോൾഡൻ കളറിൽ പാടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്താണ്. പിന്നെ നല്ല സണ്ണൊക്കെ പോയി ആ ഒരു ടൈമായിരുന്നു, മേഘം മറച്ചൊക്കെ നിൽക്കണ്ടായിരുന്നു. അവിടെ ദേ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടത്തെത്തി. അപ്പോൾ നിങ്ങൾ ഋഷികയുടെ ഇൻട്രോയും സൈക്കിൾ ചവിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അമ്മ വരുന്നുണ്ട്. ഞങ്ങളിവിടെ പാടത്തെത്തിയിട്ട് എന്നിട്ടാ അച്ഛൻ അവിടെ പയർ പൊട്ടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ വിതക്കലൊക്കെ കഴിഞ്ഞിട്ട് നെല്ലൊക്കെ വന്നു. അപ്പം നെല്ല് പോയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്. ഇനി ഇതൊക്കെ കത്തിക്കണം അല്ലേ? കത്തിക്കോന്നൊന്നും എനിക്കറിയില്ല ശരിക്ക്. ആ നീ ചാടിക്കോ. അപ്പോൾ നിങ്ങൾ പണ്ടത്തെ എൻ്റെ പാടം വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നെല്ലിൻ്റെ അവസ്ഥയൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണെന്നൊക്കെ. ചാടിക്കോ വേണമെങ്കിൽ. അപ്പോൾ ആദ്യത്തെ എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ പോയി കാണണം. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യത്തെ അവസ്ഥ എന്തൊക്കെ. ഇനി റീൽസ് എടുക്കണം. ഇതാണ് ഞങ്ങളുടെ കേട്ടോ, ഞങ്ങളുടെ നെല്ല് കേട്ടോ. അപ്പം ഗൈസ്, അച്ഛൻ പയർ പൊട്ടിക്കുകയാണ്. കുറേ ദിവസമായി പയർ പൊട്ടിച്ച്, അത് കാരണം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൈസ്, ഇവിടെ നിന്ന് പയർ പൊട്ടിച്ചിട്ട് വേണം അപ്പുറത്തുനിന്ന് പയർ പൊട്ടിക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറേ കിട്ടി. അപ്പോൾ കുറേ പയർ കിട്ടിയാൽ ഞങ്ങൾക്ക് ദേഷ്യമാണ് കാര്യം. വീട്ടിൽ പിന്നെ എന്നും പയർ കൂട്ടാനായിരിക്കും പയറൊക്കെ കിട്ടിയ. ഗൈസ്, നമ്മൾ പാടത്ത് എത്തിയിട്ട് അച്ഛൻ പയർ പൊട്ടിക്കുകയാണ്. ഇവളെ അച്ഛനെ വിളിക്കുന്നുണ്ട്. ഋഷിരാമണ്ണാണ്ടിക്ക് അച്ഛൻ വരും. അപ്പോൾ അച്ഛനെ വിളിക്കുന്നുണ്ട് ഇവള്. അച്ഛൻ അവിടെ ആ അറ്റത്ത് പോയി പയർ പൊട്ടിക്കാണ്. നമ്മളത് അങ്ങോട്ട് പോകുന്നില്ല. ഋഷിയുടെ റീൽസ് ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവൾക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ കുളം പറ്റിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പോവാം. ഋഷിക നോക്കിയേ, പ്രത്യേകത ഒരു സാധനം. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം. ബായോ, ഒരു പ്രത്യേകത ജീവി. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ. മിണ്ടാണ്ടിക്ക് ആദ്യം പോട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. അമ്മേ, എൻ്റെ ചെരുപ്പ് ശരിയല്ല. ഓക്കെ, അവിടെ ഒരു പ്രത്യേക തരം കൊക്ക് പോലത്തെ ഒരു സാധനം. അപ്പോൾ നമ്മളവിടെ ഒരു കുളം പോലെ പറ്റിക്കുന്നുണ്ട്. അങ്ങോട്ട് പറ്റാന്ന് വെച്ചാൽ പോകണം. ഋഷിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് വലിയ കാര്യം. അപ്പോൾ ആ ജീവിയുടെ അടുത്തേക്ക് പോട്ടെ. അപ്പോൾ ഗൈസ്, അവിടെ എത്തിയപ്പോഴേക്കും ആ ജീവി ഇതേ പറന്ന് പോയി. എന്തോ ഒരു കൊക്ക് പോലത്തെ കാക്കയുടെ ഒക്കെ കളറായിട്ടൊരു കൊക്ക് പോലത്തെ ജീവിയായിരുന്നു. അപ്പോൾ അതായിരുന്നു ജീവി. ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് കയറി കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ ഋഷികയുടെ ചെരുപ്പ് കാണാണ്ടായിട്ട് അവളത് നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കാണിച്ചു തരായിരുന്നു. അതാണ് ആനന്ദപുരം പാലം. പിന്നെ ദേ ഇപ്പോൾ ഒരു പൈപ്പ് പോലെ ഇട്ടുണ്ട്. പൈപ്പിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ വെള്ളം അങ്ങനെ ഇതാക്കണ്ട. പിന്നെ അവിടെ ട്രാക്ടർ കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗൈസ്, ചെരുപ്പൊക്കെ കിട്ടി. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാപ്പൻ അവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ പിടിക്കാൻ.
ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയല്ല, എന്താ അവിടെ കുളം വറ്റിച്ചിട്ട് അതിന് മീൻ പിടിക്കായിരുന്നു കുറേ പേര്. അപ്പോൾ പാപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മീനൊക്കെ ഋഷികയ്ക്ക് വളർത്താൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വരാലായിരുന്നു കേട്ടോ മീൻ. എന്താ ബ്രാല് അങ്ങനെയൊക്കെ പറയണ മീനായിരുന്നു വരാല്. ബ്രാലാണ്, അതിന് വരാലെന്നും പറയും. അപ്പോൾ ഗൈസ് ഇതാണ് അവിടുത്തെ കുളം. അതിലെന്തിട്ടാ കുറേ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണ വഴിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളമൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് അവിടുത്തെ അപ്പുറത്തെ സൈഡിലത്തെ ഇതൊക്കെ. അപ്പോൾ ഗൈസ് ഇത് വേറെ കുളമാണ്, ഇത് അപ്പുറത്തെ സൈഡിലത്തെ കുളം കേട്ടോ. ഇതാണ് വറ്റിക്കുന്നതൊക്കെ. അപ്പോൾ ഋഷികൊക്കെ പോയിട്ട് പാപ്പൻ അവിടെ ഇങ്ങനെ വലിയിട്ടുണ്ടായിരുന്നു. അതിലത്തെ ബ്രാലിനും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ അതിലത്തെ കുഞ്ഞു ബ്രാലിന് ഋഷിക്ക് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പൻ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അത്യാവശ്യം വലുതായതാണ് കേട്ടോ കറി വെക്കാനായത്. പിന്നെ ഇത് ചത്തിട്ടില്ല, ഞങ്ങളിത് അടച്ചിട്ട് വേണം ഇനി വീണ്ടും വെള്ളത്തേക്ക് താത്തിയിടാൻ, അല്ലെങ്കിൽ ഇത് ചാവും. അപ്പോൾ ഗ്യാസ് പാപ്പൻ എനിക്കൊരു കുഞ്ഞു മീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലുതാകുമ്പോൾ ഞങ്ങൾ കറി വെച്ച് തിന്നും കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊരു കിണർ പോലത്തെ കുളമായിരുന്നു. ഒരു അച്ചാച്ചൻ്റെ കുളമാണ് കേട്ടോ. അവിടെ മാങ്ങയൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് അക്കു പിടിക്കി എന്നൊക്കെ കേൾക്കും. അക്കു എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛനെയാണ് അക്കു എന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ പാപ്പൻ അത് അടച്ചിട്ട് വെള്ളത്തേക്ക് ഇട്ടു. അപ്പോൾ ഗൈസ് ഇവരാണ് മീൻ പിടിക്കണ്ടായിരുന്നത്. കുറേ മീനെ പിടിച്ചു. അപ്പോൾ ഗൈസ് ഋഷിക വീണു കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കാൽ തട്ടി വീണു ഗൈസ്. ഞാൻ നോക്കുമ്പോൾ ഋഷിക നിലത്ത് കാല് പിടിക്കണ പോലെ കെടുക്കായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ചിരിയൊക്കെ വന്നിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നു, അപ്പോഴേക്കുള്ളൂ വീണു പെട്ടെന്ന്. അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്തു കേട്ടോ. പിന്നെ ഗൈസ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിൽക്കായിരുന്നു. അപ്പോൾ ഈ അച്ചാച്ചൻ്റെ പറമ്പാണ് കേട്ടോ ഇത്. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ഊട്ടിയിലെ കുതിരനെ പോലെ. മൂലക്കുരു അപ്പോൾ ഗായ്സ് ഇപ്രാവശ്യത്തെ നെല്ലാണ് ഇത്. ഇപ്രാവശ്യം ഇത്രയും നെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവായിരുന്നു. കഴിഞ്ഞ വർഷത്തെ നെല്ലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നെല്ല് കൊണ്ട് തട്ടുന്നതും എല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ വീഡിയോ. പക്ഷേ ഈ വർഷം അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ മാമൻ്റെ കൂടെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോൾ സ്പൈഡർമാൻ സിനിമ വെച്ചു. ഇത് യൂട്യൂബിലായിരുന്നു കേട്ടോ കാണുന്നുണ്ടായിരുന്നത്. ഇത് അവരുടെ ഡബ്ബഡ് ആയതുകൊണ്ടാണ് മലയാളം ഇത്. പിന്നെ എനിക്കത് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എക്സ്പ്ലനേഷൻ വെച്ച് കണ്ടു. അപ്പോൾ ഞാനും ഋഷിക്കും കുറേ നേരം ഇരുന്ന് കണ്ടു കേട്ടോ. ഋഷിക വന്നിട്ട് കുളിക്കാണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋഷിക എന്തൊക്കെയോ പറയണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. സിനിമ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ സിനിമയാണ്. പഴയ പട അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പടങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഈ ഡാൻസ് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അവളുടെ ഡാൻസ്. പിന്നെ ഇത് ഞാൻ ചെയ്ത ആർട്ടാണ്. ഇത് ഞങ്ങളുടെ പട്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തതാണ്. ഇങ്ങനത്തെ ഒരു സ്ലൈഡ് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.